വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് ശുപാർശ. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നവീൻ ബാബുവിന്റെ മകൾക്ക് ആശ്രിത നിയമനം നൽകും. VV അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുണെ, ഈ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്ന ആദ്യ കേസാണ്. കുടുംബം കുറേ നാളുകളായുള്ള ആവശ്യമാണ്. പോലീസ് അന്വേഷണത്തിൽ അവർക്ക് യാതൊരു തൃപ്തിയുമില്ല. ഇപ്പോൾ ഈ ഒരു നടപടി, ഈ ഒരു ശുപാർശയിലേക്ക് നീങ്ങുന്നു. ഏറ്റവും ഒടുവിലത്തെ വിശദാംശം. ഹരി, ADM നവീൻ ബാബുവിന്റെ മരണം വലിയ രാഷ്ട്രീയ വിവാദമുണ്ടാക്കിയ ഒന്നാണ്. CPM-ന്റെ ജില്ലാ നേതാവ് കൂടിയായിരുന്ന PP ദിവ്യയാണ് കേസിലെ ഏക പ്രതി. 2024 ഒക്ടോബർ 15 പുലർച്ചെയാണ് നവീൻ ബാബുവിനെ കണ്ണൂർ പുളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെട്രോൾ പമ്പിന്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ട നടപടികൾ എടുക്കാൻ വൈകിയതിനെ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പിന്നീട് അദ്ദേഹത്തിന്റെ യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുത്ത അദ്ദേഹത്തിന് അവിടെ സ്ഥലമാറ്റത്തിന് വേണ്ടിയുള്ള യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുത്ത PP ദിവ്യ, അന്ന് ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷ കൂടിയ PP ദിവ്യ പൊതുവേദിയിൽ വെച്ച് നവീൻ ബാബുവിനെ അപമാനിച്ചു. ആ അപമാനത്തെ തുടർന്നാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ കേസ്. അതിൽ CPM-ന്റെ പ്രാദേശിക ജില്ലാ നേതാവ് കൂടിയായ PP ദിവ്യ, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ ദിവ്യയായിരുന്നു ആ കേസിലെ പ്രതി. CPM വലിയ വിമർശനം ഏറ്റുവാങ്ങിയ ഒന്നാണ്. അന്നു മുതൽ നവീൻ ബാബുവിന്റെ ഭാര്യ, കുടുംബം CBI അന്വേഷണമെന്ന ആവശ്യവുമായി കോടതിയിൽ സർക്കാരിനെ ആദ്യം സമീപിച്ചു. സർക്കാർ അതിന് അനുകൂല നിലപാടെടുത്തില്ല. കോടതിയിൽ പോയി. കോടതിയിൽ നിന്നും അതിൽ തിരിച്ചടിയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നേരിട്ടത്. പക്ഷേ VD സതീശൻ സർക്കാർ വന്ന ശേഷം അതേ നിവേദനവുമായി അവർ സർക്കാരിനെ, മുഖ്യമന്ത്രിയെ സമീപിച്ചു. ആ അപേക്ഷയിലാണ് VD സതീശൻ സർക്കാർ ലഭിച്ച അപേക്ഷയിന്മേലാണ് ഇപ്പോൾ അനുകൂല തീരുമാനമുണ്ടായിരിക്കുന്നത്. മന്ത്രിസഭാ യോഗം നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷണത്തിന് വിടാനുള്ള ശുപാർശ നൽകിയിരിക്കുന്നു. CBI അന്വേഷണ ശുപാർശ നൽകിയിരിക്കുന്നു. ഇതിൽ തീരുമാനമെടുക്കേണ്ടത് CBI ആണ്, കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിലാണ് സംസ്ഥാന സർക്കാർ അപേക്ഷ ശുപാർശ നൽകേണ്ടത്. അത് പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കും. ഈ കേസിൽ CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ രണ്ട് വഴിയാണ് CBI അന്വേഷണങ്ങൾക്ക് ഉള്ളത്. ഒന്ന്, ഹൈക്കോടതി തീരുമാനിക്കണം, ഹൈക്കോടതി നിർദ്ദേശിക്കണം, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യണം. ഇതിൽ രണ്ടാമത്തെ വഴിയാണ്, സംസ്ഥാന സർക്കാർ ശുപാർശയാണ് ഇപ്പോൾ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്, CBI ആണ്. ഏതായാലും സർക്കാരിന്റെ ഭാഗത്ത് ഒരു രാഷ്ട്രീയ തീരുമാനം ഇവിടെ ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല, നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനം നൽകണമെന്ന ആവശ്യവും കുടുംബത്തിനുണ്ട്. അതും സർക്കാർ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നു. നിരഞ്ജനയ്ക്ക് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി നൽകാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. നവീൻ ബാബുവിന്റെ കുടുംബത്തിൽ ദീർഘനാളായുള്ള ആവശ്യമാണിപ്പോൾ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന ആഴ്ചകൾ മാത്രം പിന്നിടുമ്പോൾ നടപ്പാക്കുന്നത്. അന്നും തന്നെ ഈ വിഷയത്തിൽ CPM-നെ വലിയ രീതിയിൽ വിമർശിച്ച പ്രതിപക്ഷമായിരുന്നു. CPM നേതാക്കൾക്ക്, PPDക്ക് അപ്പുറത്തേക്കുള്ള നേതൃത്വത്തിനും നവീൻ ബാബുവിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ കാരണങ്ങളുണ്ട്. മറ്റ് ഇനിയും പുറത്തുവരാത്ത നിരവധി വിവരങ്ങളുണ്ട്. പെട്രോൾ പമ്പിന്റെ അനുമതി മാത്രമല്ല, പെട്രോൾ പമ്പിൽ ആർക്കൊക്കെ ഓഹരിയുണ്ട് എന്ന കാര്യങ്ങളിലൊക്കെ അന്വേഷണം വേണമെന്ന ആവശ്യമുണ്ട്. അങ്ങനെ വലിയ ക്രമക്കേട് ഇതിൽ നടന്നിട്ടുണ്ട്. ബോധപൂർവമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചതായാലും CBI അന്വേഷണം നടന്നാൽ അതിലൊക്കെ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകും. CPM കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഈ കേസിൽ തെളിയുന്നത്. ഏതായാലും CBI അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. CBI ഇനി അന്വേഷണം ഏറ്റെടുക്കുമോ എന്നുള്ള രീതിയിലേക്കാണ് അറിയുന്നത്. അരുൺ, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കുടുംബത്തിന്റെ ആവശ്യം അത് നിറവേറ്റുന്നു എന്നുള്ളതിന് കാര്യത്തെക്കാൾ ഉപരി ഇത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എടുത്ത് നോക്കിയാൽ പോലും CPM-ന്റെ നേതാവ് PP ദിവ്യ അനുകൂലിച്ചുകൊണ്ടാണ് പോസ്റ്റ് ഇടുന്നത്. അതായത് CPM-ന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും പല നേതാക്കളും PP ദിവ്യ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. CBI വന്നാൽ പോലും ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള വിമർശനവും കൂടി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. PP ദിവ്യ CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ആദ്യം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി, പിന്നീട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തി. അതിനുശേഷം അവരുടെ ഘടകമായിരുന്ന അവരുടെ പോഷക സംഘടനയായിരുന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, അതിന്റെ അംഗത്വത്തിൽ നിന്നും അവരെ മാറ്റി നിർത്തി നടപടിയൊക്കെ CPM സ്വീകരിച്ചു. പക്ഷെ ഇപ്പോഴും ഈ വിഷയത്തിൽ CBI അന്വേഷണം CPM ആഗ്രഹിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് CPI നേതാക്കൾ വ്യക്തമാക്കേണ്ടതുണ്ട്. നേരത്തെ ഈ അന്വേഷണ നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോഴും CPM ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ, അതുപോലെ സംസ്ഥാന സെക്രട്ടറി MV ജയൻ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ CBI
എതിർത്താണ് രംഗത്ത് വന്നത്. CBI അന്വേഷണം രാഷ്ട്രീയ പ്രേരിത നിലപാടാണ് CPM ഇപ്പോഴും സ്വീകരിക്കുന്നത്. സ്വാഭാവികമായും അത് സംശയങ്ങൾക്ക് ഇട നൽകുന്നതാണ്. കോൺഗ്രസ് ആരോപിക്കുന്നത് ദിവ്യയ്ക്ക് അപ്പുറത്തേക്കുള്ള ചില പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനുണ്ട്. നവീൻ ബാബുവിന്റെ ആത്മഹത്യയ്ക്ക് കാരണം ദിവ്യ പരസ്യമായി യോഗത്തിൽ പങ്കെടുത്ത് കളക്ടറേറ്റിലെ യോഗത്തിൽ പങ്കെടുത്ത് അപമാനിച്ചതുകൊണ്ടാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ചില ഡീലുകൾ ഈ ഇതുമായി ബന്ധപ്പെട്ട മരണത്തിന് കാരണമായ പെട്രോൾ പമ്പിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ടുമൊക്കെ നടന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി പുറത്തു വരണമെന്നാണ് കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ ആവശ്യം. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യവും അതാണ്. അതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ CPMന്റെ ഈ CBI അന്വേഷണം എന്ന ആവശ്യം എതിർക്കുന്നതിനുള്ള എന്തുകൊണ്ട് എതിർക്കുന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. ഏതായാലും കൂടുതൽ ആളുകൾ ഇതിലേക്ക് പ്രതികരിക്കപ്പെടും. കൂടുതൽ ആളുകൾ പേരുകൾ പുറത്തു വരുമെന്ന പ്രതീക്ഷയാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിനും അതുപോലെ തന്നെ അവരെ പിന്തുണയ്ക്കുന്ന UDFനും ഒക്കെ ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.